നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്കേറ്റ തിരിച്ചടിയുടെ കാരണങ്ങൾ തേടി CPM-ഉം CPI-യും ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുമൊക്കെ പരക്കം പായുകയാണ്. സംസ്ഥാന സമിതിയിലും കേന്ദ്ര കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റി റിപ്പോർട്ടിങ്ങിന് പോയപ്പോഴും എല്ലാം നേതാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടായത് എന്ന്. അതിൽ സ്വന്തം പോഷക സംഘടനകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് എന്ന സത്യവും നേതാക്കന്മാർക്ക് മനസ്സിലായി. നേരത്തെ CPM ഭരിക്കുന്ന സമയത്തൊക്കെ തന്നെ അവരുടെ പോഷക സംഘടനയായ തൊഴിലാളി സംഘടനയായ CITU ആയിരുന്നു പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് മാറി SFIയും DYFIയുമാണ് ആ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. പൂക്കോട്ട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ്റെ മരണവും അതിൽ SFIക്കുള്ള പങ്കും അതുമായി ബന്ധപ്പെട്ട് SFI നേതാക്കന്മാർ നടത്തിയ മനുഷ്യത്വരഹിതമായ പ്രസ്താവനകളും ഒക്കെ തന്നെ തിരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകാൻ ഒരു കാരണമായി ഇടതുമുന്നണിയിലെ പലതും, പ്രത്യേകിച്ച് CPI നേതാക്കളിൽ പലരും ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ SFI നേതാക്കന്മാർക്കാകട്ടെ ഇതൊന്നും തന്നെ ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലായ ലക്ഷണമില്ല. അവർ ഇപ്പോഴും ജീവിക്കുന്നത് 50 വർഷം മുമ്പുള്ള ഏതോ കാലഘട്ടത്തിലാണെന്ന് തോന്നും ഇവരുടെ ഓരോ പ്രവൃത്തികളും കാണുമ്പോൾ. കഴിഞ്ഞ ദിവസം നമുക്കറിയാം കൊയിലാണ്ടി ഗുരുദേവ കോളേജിലുണ്ടായ സംഭവ വികാസങ്ങൾ. അവിടെ പ്രിൻസിപ്പലിനെ കയ്യേറ്റം ചെയ്യുന്നത് SFIയുടെ നേതാക്കളാണ്. നേതാക്കന്മാർ പറയുന്നത് പ്രിൻസിപ്പൽ താങ്കളെ കയ്യേറ്റം ചെയ്തു എന്നാണ്. പക്ഷേ അത് സംബന്ധിച്ച് യാതൊരു ദൃശ്യങ്ങളും ലഭ്യമല്ല. നമ്മൾ കാണുന്ന CCTV ദൃശ്യങ്ങളിലൊക്കെ തന്നെ പ്രിൻസിപ്പലിനെ വിദ്യാർത്ഥികൾ കയ്യേറ്റം ചെയ്യുന്നതാണ് കാണുന്നത്. ഇതിൻ്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോഴാണ് മറ്റു രസകരമായ കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. SFI അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിരുന്നു എന്നാണ് കോളേജ് അഡ്മിഷനെ ബന്ധപ്പെട്ട്. കാരണം പുതിയ 4 വർഷ കോഴ്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് പുതിയ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നിലവിൽ വന്ന സാഹചര്യത്തിൽ ഇൻ്റർവ്യൂവിനും മറ്റും വരുന്ന വിദ്യാർത്ഥികൾക്ക് സഹായം നൽകുന്നതിന് വേണ്ടി ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടാകുന്നു, പ്രിൻസിപ്പൽ അത് വിലക്കുന്നു. അങ്ങനെയാണ് ഈ കയ്യേറ്റത്തിലേക്കൊക്കെ പോയത് എന്നാണ് SFI നേതാക്കൾ പറയുന്നത്. വിദ്യാർത്ഥികളെ ഹെൽപ്പ് ചെയ്യാൻ ചെന്ന, സഹായിക്കാൻ ചെന്ന ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കിയ തങ്ങളെ എന്തിനാണ് കയ്യേറ്റം ചെയ്തത് എന്നാണ് നേതാക്കന്മാരുടെ ചോദ്യം. കഴിഞ്ഞ ദിവസം അവിടെ പ്രതിഷേധ സമരം നടത്തിയ ഒരു SFI നേതാവ് പ്രസംഗിച്ചത് തങ്ങളെ തല്ലിയ പ്രിൻസിപ്പലിനെയും അതുപോലെ അധ്യാപകനെ ഒന്നും തന്നെ 2 കാലിൽ നടക്കാൻ അനുവദിക്കില്ല എന്നാണ്. തീർന്നില്ല, ഇനിയും ഭീഷണികൾ ധാരാളമുണ്ട് ഈ നേതാവിൻ്റെ വകയായി. 2 കാലിൽ നടക്കില്ല എന്ന് SFI പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള കഴിവ് SFIക്ക് ഉണ്ടെന്നും ഈ അധ്യാപകരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് SFIക്ക് അറിയാമെന്നും ഇപ്പോൾ തൽക്കാലം സംയമനം പാലിക്കുകയാണ് എന്നുമാണ് ഈ നേതാവിൻ്റെ വാക്കുകൾ. പ്രിൻസിപ്പലിനെ അടിച്ച് ആശുപത്രിയിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അതും ചെയ്തേനെ എന്നാണ് അവിടുത്തെ ഈ ഏരിയ കമ്മിറ്റി നേതാവ് പറയുന്നത്. ഏതായാലും ഈ വിദ്യാർത്ഥി നേതാവിൻ്റെ വാക്കുകൾ ഭാവിയിൽ അദ്ദേഹം ഉന്നതങ്ങളായ പാർട്ടി പദവികളിലേക്ക് എത്തുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയെ നമുക്ക് കണക്കാക്കാം. കാരണം ഇപ്പോൾ CPM-ലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്കാണ് മുൻഗണന. ഈ ഭീഷണി മുഴക്കുകയും അധ്യാപകരെ മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്കാണ് അവിടെ മുൻഗണന എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാൾ ഭാവിയിൽ വലിയ നേതാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ അവിടുത്തെ ഒരു നേതാവ് ഹെൽപ്പ് ഡെസ്ക് എന്തിനാണ് സ്ഥാപിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് അവതാരകൻ്റെ ചോദ്യത്തിന് ബബ്ബ പറയുന്നതാണ് നമ്മൾ കണ്ടത്. എന്താണ് ഹെൽപ്പ് ഡെസ്ക് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ പുതിയ 4 വർഷ കോഴ്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അഡ്മിഷൻ്റെ ഔപചാരികതകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ നേതാവിന് ഉത്തരമില്ല. കാരണം നേതാവിന് പറയാൻ അറിയില്ല. ഈ ഹെൽപ്പ് ഡെസ്ക് എന്തിനാണെന്ന് നമുക്കറിയാം. അവിടെ വരുന്ന വിദ്യാർത്ഥികളോട് അവരുടെ പേരും വിലാസവും ഫോൺ നമ്പറും എല്ലാം വാങ്ങിയതിന് ശേഷം തങ്ങളുടെ പ്രസ്ഥാനത്തിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്താനോ അതല്ലെങ്കിൽ അവിടുന്ന് പൈസ പിരിക്കാനോ ആയിരിക്കാം എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ഈ കേരളത്തിൽ ജീവിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ സർവകലാശാലയിൽ നിന്നും കോളേജിൽ നിന്നുമൊക്കെ തന്നെ കൃത്യമായി എന്തൊക്കെ ആണ് നിങ്ങൾ ഇൻ്റർവ്യൂ വരുമ്പോൾ കൊണ്ടുവരേണ്ടതെന്ന് വിദ്യാർത്ഥികളെ അറിയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹെൽപ്പ് ഡെസ്ക് എന്തിനാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഏതായാലും ഈ അധ്യാപകനെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഈ നേതാക്കന്മാർ നടത്തുന്ന പ്രസ്താവനകൾ കേരളത്തിലെ ജനങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയുകയുള്ളൂ എന്നുള്ളതാണ് ഉറപ്പ്. കാരണം സിദ്ധാർത്ഥൻ മരിച്ചപ്പോഴും ഈ നേതാക്കന്മാരുടെ പ്രസ്താവന ഏതാണ്ട് ഇത്തരത്തിൽ തന്നെയായിരുന്നു. തൊട്ടടുത്ത ദിവസം ഇന്നലെ കാര്യവട്ടം ക്യാമ്പസിൽ അവിടുത്തെ ഹോസ്റ്റലിൽ SFIക്ക് സ്വന്തമായി അവിടെയും ഇടിമുറി ഉണ്ട് എന്നുള്ളതാണ് പുതിയ വെളിപ്പെടുത്തൽ. ഒരു KSU പ്രവർത്തകനെ ആ ഇടിമുറിയിൽ കൊണ്ടുപോയി ഭീകരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് കേസ്. ഇത് അന്വേഷിക്കാനെത്തിയ വിൻസെൻ്റ് MLAയെയും ഇവർ കയ്യേറ്റം ചെയ്തു എന്നും ഇപ്പോൾ സ്ഥലത്തെത്തിയ ചാണ്ടി ഉമ്മൻ MLAയും വിൻസെൻ്റ് MLA ഒക്കെ തന്നെ പ്രതിയേർത്ത് പോലീസ് കേസെടുത്തു എന്നുമാണ് പറയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്യാമ്പസാണ് കാര്യവട്ടം ക്യാമ്പസ്. അവിടെ പഠിച്ച് ഉയർന്നു വന്ന വിദ്യാർത്ഥികൾ നിരവധി പേരാണ്. ഗവേഷണത്തിനും എല്ലാ സംവിധാനങ്ങളുള്ള കേരള സർവകലാശാലയുടെ ക്യാമ്പസാണത്. ഇവിടെയും ഇടിമുറി ഉണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്
SFI പോലുള്ളൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം മാനക്കേടാണ്. CPM എങ്കിലും ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് എന്തുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ള നേതാക്കന്മാർക്കാണ് പാർട്ടിയിൽ ഡിമാൻഡ്. SFIയിലൂടെ DYFIയിലൊക്കെ വളർന്നു വരുന്ന മിടുക്കന്മാരായ ബൗദ്ധികമായ കഴിവുകളുള്ള നേതാക്കന്മാരെ അല്ല ആവശ്യം. ഇത്തരത്തിൽ ഈ ഇടിമുറി നടത്തുന്നവരെയും പ്രിൻസിപ്പലിനെ അധ്യാപകനെയും രണ്ടു കാലം നടക്കാൻ അനുവദിക്കില്ല എന്നും അടിച്ച് ആശുപത്രി കയറ്റാൻ ഞങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ പ്രസംഗിക്കുന്ന തരത്തിലുള്ള നേതാക്കന്മാരെയാണോ ആവശ്യം എന്നുള്ളത് ന്യായമായും ആരും ചിന്തിച്ചു പോകും. പക്ഷേ ഇതൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നും അതുതന്നെയാണ് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങൾ പോലും സ്വന്തം നേതാക്കൾക്കെതിരെ വോട്ട് ചെയ്യാൻ നിർബന്ധിതരായത് എന്നും ഇവർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും ഏതോ സങ്കല്പ ലോകത്ത് ജീവിക്കുന്ന, ഇത്തരത്തിലുള്ള ഭീഷണിയും വെല്ലുവിളിയും ഇടിമുറിയൊക്കെ തയ്യാറാക്കിയാൽ ജനങ്ങൾ തങ്ങളെ അംഗീകരിക്കും എന്നും, ഇത് പണ്ടത്തെ ചില സിനിമകൾ കാണുന്ന നായകന്മാരെ പോലെ, പ്രതിനായകൻ ചമയുന്ന നായകനെ പോലെയുള്ള ഒരു ഇമേജ് തങ്ങൾ കിട്ടുമെന്നും എങ്ങനെയോ ഇവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഏതായാലും ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന ഈ സംഭവങ്ങളൊക്കെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ പാർട്ടി ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള തിരുത്തൽ ഒക്കെ വരുത്താൻ പോകുമ്പോഴും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതൊന്നും അറിയുന്നില്ല. മഹാന്മാരായ വളരെ പ്രഗത്ഭരായിരുന്ന ഒരുപാട് പേർ അവരുടെ ചോര നൽകി രൂപപ്പെടുത്തിയ ഈ പ്രസ്ഥാനത്തെ ഏതായാലും കേരളത്തിലെ വിദ്യാർത്ഥികൾ കടക്കുപുറത്ത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം കണ്ണൂർ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ SFI മുന്നണിക്കുണ്ടായ പരാജയം വ്യക്തമാക്കുന്നുണ്ട്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ അവർക്ക് നഷ്ടമായി. കേരളത്തിലെ ബഹുഭൂരിപക്ഷം കോളേജുകളിൽ നിന്നും അവിടുത്തെ വിദ്യാർത്ഥികൾ SFIയോട് കടക്കുപുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം ഇപ്പോഴും ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ രസകരമായ കാര്യം. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലും പഠിക്കുക, പോരാടുക, അതല്ലെങ്കിൽ സ്വാതന്ത്ര്യം, സോഷ്യലിസത്തിനൊക്കെ വേണ്ടി വാദിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുടെ ഇത്തരത്തിലുള്ള ഈ ഒരു പോക്ക് ഏതായാലും അടുത്ത ദിവസങ്ങളിൽ SFI അഖിലേന്ത്യാ വിദ്യാഭ്യാസ ബന്ധോ മറ്റുമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പോലും ഇപ്പോൾ ക്യാമ്പസുകൾക്ക് വേണ്ടാതായ ഈ സംഘടന യൂണിറ്റ് പോലും ഇല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് വിദ്യാഭ്യാസ ബന്ധം നടത്തുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ ചിരിക്കാനേ നമുക്ക് കഴിയൂ എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ.